ഹലോ, ട്വിസ്റ്റുകൾ നിറഞ്ഞതും സംഭവബഹുലവുമായിട്ടുള്ള എൻ്റെ നാട്ടിലോട്ടുള്ള യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അടുത്ത ട്വിസ്റ്റ് എന്തായിരുന്നെന്ന് വെച്ചാൽ, ഇൻഡിഗോ വേറൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൊച്ചിയിലോട്ട്. പക്ഷേ ആ ഫ്ലൈറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആദ്യം ചെന്നൈയിൽ ഇറങ്ങണം, ദെൻ ചെന്നൈയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിന് കൊച്ചിയിലോട്ട്. മൾട്ടിപ്പിൾ ലേ ഓവറായി. കൂടാതെ ഞാൻ ഈ ഫ്ലൈറ്റിൽ, ഇതിന് മുമ്പത്തെ ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ് ക്യാൻസലായപ്പോൾ ഈ ഫുഡും ക്യാൻസലായിട്ടുണ്ടെന്ന് സ്റ്റാഫ്സ് പറഞ്ഞു. പിന്നെ എന്നെ സമാധാനിപ്പിക്കാനാണെന്ന് തോന്നുന്നു, ഇവർ ചെറിയൊരു സ്നാക്ക് ബോക്സും കൂടാതെ ഈ ഫ്ലൈറ്റിൽ എനിക്ക് കോഫിയും സമൂസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതൊന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ വീട്ടുകാരെ ഈ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യണം. പക്ഷേ എനിക്ക് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ മൊബൈൽ ഡേറ്റ ഇല്ല, എൻ്റെ കയ്യിൽ ഇന്ത്യൻ സിം ഇല്ല, ഒന്നുമില്ല. എയർപോർട്ടിൽ വൈഫൈ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സിമ്മിലോട്ട് ഒരു OTP വരും, അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് ഇന്ത്യൻ സിം ഉണ്ടായിരിക്കണം. അങ്ങനെ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഹോട്ട്സ്പോട്ട് വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ മെസ്സേജ് അയച്ചപ്പോഴേക്കും അവർ ഓൾറെഡി കൊച്ചിയിൽ എന്നെ റിസീവ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അവർ ഇടുക്കിയിൽ നിന്ന് വരുവാണ്. മൊത്തത്തിൽ എല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് സങ്കടമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ഒരു മാനസികാവസ്ഥ. പക്ഷേ ഞാൻ അപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം ഞാൻ എന്തായാലും എൻ്റെ വീട്ടുകാരെ കാണാൻ പോവാണല്ലോ. അങ്ങനെ ഫൈനലി ചെന്നൈയിലെത്തി. ഇൻഡിഗോ സ്റ്റാഫ് ഓൾറെഡി മുംബൈയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെന്നൈ എയർപോർട്ടിൽ വന്നിട്ട് നിങ്ങൾ ബാഗൊന്നും കളക്ട് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങളുടെ ബാഗ് നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഉണ്ടായിരിക്കും, അവിടുന്ന് കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഇനിയും ടെസ്റ്റുകളുണ്ട്, അത് അടുത്ത പാർട്ടിൽ കാണിക്കാവേ.